ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മളിന്ന് കളിക്കാൻ പോകുന്നത് എവിൽ നണ്ണാണ്. അപ്പോൾ എവിൽ നണ്ണ് പാർട്ട് 1 ആണ് ഇടുന്നത്, കാരണം നമ്മളിതുവരെ എവിൽ നണ്ണ് പാർട്ട് ഇട്ടിട്ടില്ല. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ ആക്കുക. എങ്കിൽ മാത്രമേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുകയുള്ളൂ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ ലോഡിങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾ പറ്റുന്നത്ര നിങ്ങൾ കമൻറ്റ് ചെയ്യുക, കാരണം ഞാൻ ഏത് ഗെയിമാണ് കളിക്കുന്നത്, അതായത് നിങ്ങൾക്ക് ആവശ്യമുള്ള ഗെയിം അത് ഏതെന്ന് നിങ്ങൾ കമൻറ്റ് ചെയ്താൽ എനിക്ക് മനസ്സിലാവും. അപ്പോൾ ഏജ് 11, 12 അല്ല 11. ഓ 10, 11. ഐ അഗ്രി. ഈ പ്ലേയിങ് വിത്ത് ആഡ്സ് പൈസൊന്നും നമ്മളെടുത്തില്ല. എൻ്റെ പേര് ഇപ്പം എന്താ കൊടുക്കുക? റേഡിയൻ ഗവർണർ. ഓൺ നെയിം എൻ്റർ യുവർ നെയിം. മൈ നെയിം അശ്മി എന്തൊക്കെ ചെയ്യുക സാരല്ല, നമുക്ക് കളിക്കാം. നമുക്ക് നമ്മളെ ബോസ് മോട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് അങ്ങോട്ട് പോവാണ്. അപ്പോൾ ഇതിന് ആമസോൺ ഫോറസ്റ്റോ കുറ്റിക്കാട് കൂടെ ഒക്കെ വണ്ടി പറപ്പിച്ചിട്ടുണ്ട്. നമ്മൾ നന്നല്ല, നമ്മുടെ പാരൻസ് വണ്ടിയൊക്കെ തിരിച്ച് സെറ്റാക്കുന്നു. നമ്മൾ ഓരോ സ്കൂളിലാണ് നമ്മൾ നടന്നു പോവുകയാണ്. അപ്പോൾ നണ്ണ് അതാ പാരൻസ് വന്നു ചെക്കനായി ഞങ്ങൾക്ക് നിന്നെ ആവശ്യമില്ല, ജസ്റ്റ് വണ്ടിയിൽ നിന്ന് വന്നു, ഇറക്കി വിട്ടു, അവരവരുടെ പാട്ടിന് പോയി. അപ്പോൾ എവിലാണ് നമ്മൾ തലയ്ക്ക് അടിച്ചു. ഞാൻ അല്ലെങ്കിലേ ഗുഡാ. ഐ ഹാവ് ടു ബി ഗുഡ്. ട്യൂട്ടോറിയൽ ഇഷ്ടമില്ലാത്ത സാധനം. ഐ ആം ഗോയിങ് ടുവേർഡ്സ് സിറ്റി. നിങ്ങൾ ഞാൻ കളിച്ചോട്ടെ, ഞാനിന്ന് കളിച്ചോട്ടെ. എന്താണ് സാധനം? ഇപ്പൊ വരുന്നു. അപ്പോൾ ഇന്ററാക്ട് ചെയ്യാം. സ്കൂൾ അതൊക്കെ ഞങ്ങൾക്ക് അറിയാം. ഈ നടന്നാൽ മതി. പറ്റുന്നില്ല. അപ്പൊ മുകളിൽ പോയി നമുക്ക് ക്രോബാർ, സ്മാൾ കേബിൾ, പിന്നെന്താ ഇതൊക്കെ നമുക്ക് ആവശ്യമുണ്ട്. മറ്റേ ലാൻഡ്സ്കേപ്പാണ് കേട്ടോ ഇതൊക്കെ വേണ്ട. ക്രോബാർ കിട്ടി, സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് സ്മാൾ കേബിൾ കിട്ടി, മറ്റേ ഇതിൻ്റെ കിട്ടി. അപ്പം ഈ യെല്ലോ കീ. അപ്പം ഞാൻ അതിൽ പറയാൻ പോകുന്നത് എന്തായാലും ഒരു കാര്യം ചെയ്യാം. എന്തായാലും നമ്മൾ വന്നില്ല, നമുക്ക് സ്മോൾ കേബിൾ എടുത്തിട്ട് പോകാം. സ്മോൾ കേബിൾ എടുത്ത് സമാധാനം. നമ്മളെന്തിനും ചാടി
ഇതിൽ വരാനുള്ളതല്ലേ, എല്ലാവർക്കും അറിയുന്നതല്ലേ. സ്റ്റെപ്പ് കയറിപ്പോയി. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമ്മളുടെ യെല്ലോ കീ ഉണ്ടാവാൻ സാധ്യതയുള്ള സ്ഥലമാണ്. അതായത് യെല്ലോ കീ എവിടൊക്കെ ഉണ്ടാവും അത് ഞാൻ ഇനി കാണിക്കാൻ പോകുന്നത്. ഒന്ന് നമ്മൾ ആ മുകളിൽ ഞാൻ കളിച്ച ആ സ്ഥലത്ത് തന്നെയാണ്. പിന്നെ രണ്ടാമത് ഈ ഷർട്ട് തുറന്നില്ല. ഈ ഷർട്ട് തുറക്കുമ്പോൾ മറ്റേതൊക്കെ പറയുക അവിടെ യെല്ലോ കീ ഇല്ല, അതായത് ആ മുകളിൽ. പിന്നെ രണ്ടാമത്തെ സ്ഥലം എന്ന് പറയുമ്പോൾ ഇവിടെയാണ്, ഇവിടെ വാഷസ്. പിന്നെ നമ്മളുടെ കീ ഞാനൊരു കാര്യം ചെയ്യുമ്പോൾ എന്താ വെച്ചാൽ നമ്മൾ എസ്കേപ്പിനുള്ള എല്ലാ സാധനങ്ങളും എടുത്ത് കൊടുക്കണം. ഇത് ഗോസ്റ്റ് മോഡലുള്ള ഗുണം എന്താ വെച്ചാൽ നമ്മൾ കാണില്ല. അപ്പോൾ നമുക്ക് ക്രോബാർ ഇല്ലാതെ തന്നെ നമുക്ക് പെയിന്റ് എടുക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ ഞാൻ കാണിച്ചതാണ്. അതെങ്ങനെയാ വെച്ചാൽ ഈ ബഞ്ച് ഓഫ് കീസ് വേണ്ടേ. അപ്പോൾ നമ്മളിവിടെ ഇത് ഡ്രോപ്പ് ചെയ്യണം. വന്നിട്ട് ആ ഡോർ തുറക്കും, മെല്ലെ തുറക്കും. കുറേ ട്രൈ ചെയ്യണം. അപ്പോൾ ഒരു തുറക്കും. ആ തുറക്കുന്ന സമയത്ത് നമുക്ക് എന്താ പറയുക, അത് എടുക്കണം. തുറക്കുന്ന സമയത്താണ് എടുക്കേണ്ടത്. തുറക്ക് വേഗം തുറന്നാൽ എനിക്ക് പോകണം. എനിക്ക് വരണ്ടേ. യെസ് ഗൈസ്, നമ്മൾ മിഷൻ കംപ്ലീറ്റ് ആക്കിയിരിക്കുകയാണ്. ആയിട്ടില്ല, നമുക്ക് ബഞ്ച് ഓഫ് കീസ് വീണ്ടും പോവാത്ത ബെൽ സ്റ്റോപ്പ് വർക്ക് ചെയ്യും. ബെൽ സ്റ്റോപ്പ് വർക്ക് ചെയ്യും. അത് കട്ട് ചെയ്ത അപ്പൊ നമുക്ക് കുറേ സാധനങ്ങൾ ഇത് വെച്ച് തുറക്കാണ്ട് കേട്ടോ. അയ്യോ, ഒരു മിനിറ്റ്. ഈ വെൻഡിങ് മെഷീൻ നമുക്ക് ഈ ബഞ്ച് ഓഫ് കീസ് ഉപയോഗിക്കാൻ ഒരുപാട് സ്ഥലമുണ്ട്. അതിലൊരു സ്ഥലമല്ല ഇത്. ഏത് സ്ഥലമാണ്? സ്ഥലമാണ്. നമ്മളെ ചെല്ലി നമുക്ക് കോയിൻ കിട്ടിയിരിക്കുക. 10 കോയിൻ. അപ്പൊ ഏതൊരു റൂം ഈ ബഞ്ച് ഓഫ് കീസ് വെച്ച് തുറക്കാൻ പറ്റുമല്ലോ. അതിപ്പോ ഏത് റൂമായിരുന്നു? കഷ്ടം. അയ്യോ, പേടിച്ചു. യെല്ലോ കീ കൊണ്ടാണ് മക്കളെ എല്ലാ പരിപാടിയും യെല്ലോ കീ കൊണ്ടാണ്. ഇങ്ങനെ ഇതിൽ ചില സമയത്ത് നമുക്ക് ഇതിൽ ചിലപ്പോൾ നമ്മൾ കൊല്ലുമ്പോൾ ഇവിടെ കൊണ്ടുവിടാറുണ്ട്. ഇതെന്താ സ്ഥലം? എന്തോ ഒരു ലോണ്ടറി റൂമാണ്. എന്തോ ഒരു മാസ്ക് മുഖത്തിട്ടിട്ട് എസ്കേപ്പ് ചെയ്യുന്ന സമയത്ത് ഉള്ളിലേക്ക് ഇവിടെ ഉണ്ട്. വാൻ വന്നില്ലേ? വാൻ വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം, അല്ലാതെ നമുക്ക് വേറെ വഴിയില്ല. ഉണ്ട്. വാൻ വരുന്ന സമയത്ത് നമുക്ക് നേരെ പോയി ഇതാക്കിയാലോ എസ്കേപ്പ് ചെയ്യാൻ പറ്റുമെന്നാണ് തോന്നുന്നത്. ഉറപ്പില്ല. വാൻ വരുമ്പോൾ നേരെ ഇടിച്ച് കയറുക. വാൻ വന്നില്ല.
എന്ന് വെച്ചാൽ കിട്ടാനൊന്നുമില്ല. മുകളിൽ പോയി ആ കാർഡിൽ കൊടുത്ത നമ്പർ നമ്മൾ വിളിക്കണം. വിളിച്ചതിന് ശേഷം നമുക്ക് അതായിരിക്കും നമുക്ക് മുകളിൽ പോകണം. മുകളിൽ പോയിട്ട് ഇവിടുന്ന് റൈറ്റ് എടുത്ത് ഇവിടുന്ന് ലെഫ്റ്റ് എടുത്ത് ഇവിടുന്ന് റൈറ്റ് എടുത്ത് നേരെ ലെഫ്റ്റ് എടുത്ത് മൂന്നാമത്തെ ഡ്രോയിങ് എടുത്ത് നേരെ പോയി ബാക്കോട്ട് റൈറ്റ് എടുത്ത് ലെഫ്റ്റ് എടുത്ത് പിന്നെ ലെഫ്റ്റ് എടുത്ത് നമ്മൾ ഏതൊരു കുറ്റിക്കാട്ടിക്കാണ് പോകുന്നതാണെന്നാണ് എനിക്കൊരു വിശ്വാസം. ഈ ഡോർ തന്നെയാണ് ഫോൺ. ഇതെന്തായിരിക്കും? ഞാനിരിക്കുന്നു കാത്തിരുന്ന് എൻ്റെ കാത്തിരിപ്പിൻ്റെ പാട്ടാർട്ടിസ്റ്റ്. അപ്പോൾ നമുക്ക് നേരെ പെട്ടെന്ന് താഴത്തേക്ക് പോകണം. കാരണം യെല്ലോക്ക് എടുത്ത് ആ പെണ്ണുള്ള ഡ്രസ്സ് കഴുകും പെട്ടെന്ന് പാട്. അതാ തന്നെ ആ വൃത്തത്തിൽ ഡ്രസ്സ് എടുത്ത് അവിടെ കൊണ്ടുപോയി വെക്കുമ്പോൾ നമ്മളത് തുറന്ന് അതിൻ്റെ ഉള്ളിൽ നമ്മൾ വൃത്തിയാക്കുന്നുണ്ട്. നമ്മളങ്ങനെ രസം ഇതിൻ്റെ ഉള്ളിൽ ക്ലോത്ത് ഉണ്ട്. നമുക്കാണെങ്കിൽ ക്ലോത്ത് ഉണ്ട്. ഇനി നമുക്ക് കോയിൻസ് കളക്ട് ചെയ്യാൻ വേറെ സ്ഥലമുണ്ടോ? മണ്ണിൻ്റെ മോളെ നോക്കുക. എന്തിനു ഉണ്ടാക്കി? അയ്യോ ഈ തോളത്തിൽ എങ്ങനെയും ഈ മെല്ലെ സാവധാനം. ഭയങ്കര ഹാങ്ങാട്ടാ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. 13 മിനിറ്റായി ഗൈസ് വീഡിയോ റെക്കോർഡ്. അങ്ങനെ നിന്നെ നല്ല ചുവപ്പ് കളർ പ്ലസ് മാലയിട്ട നല്ല കറുപ്പ് കളർ ഡ്രസ്സിട്ട ക്യൂട്ട് നന്ന് കുട്ടി എടുത്തു കൊണ്ടുപോകും. എനിക്ക് കൊണ്ടുപോകാൻ വയ്യ. എൻ്റെ കളി വേദനിക്കുന്നു. നമ്മൾ ഇരിക്കുന്നു. അത് നമുക്കൊന്നും കാണാനില്ല. കുറേ സമയം ഉണ്ടായിരുന്നു. നമുക്ക് വേറെ എന്തെങ്കിലുമൊക്കെ ചെയ്യാമായിരുന്നു. പക്ഷെ മറന്നുപോയി. നമുക്ക് ഇനി കോയിൻ കളക്ട് ചെയ്യാൻ പറ്റിയ കുറേ സ്ഥലമുണ്ട്. നമുക്ക് ഇനി ഇതിൽ വെറുതെ കുത്തിരിക്കാം. അതാണ് ഇനി ഇതിൽ ചെയ്യാനുള്ള പണി. അപ്പോൾ നിങ്ങൾ പരമാവധി പറ്റുന്നത് വരെ നിങ്ങൾ കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏത് ഗെയിം പ്ലേ ആണ് വേണ്ടത്. അപ്പോൾ നമ്മൾ രക്ഷപ്പെടാൻ പോകുകയാണ്. എത്ര കോയിൻ കിട്ടി? മിഷൻ കംപ്ലീറ്റ് ആയിട്ട്. കോയിനൊന്നുമില്ലേ? ഞാൻ വീഡിയോ ചെയ്ത് നിർത്തും. 25 കോയിൻ കിട്ടി. അപ്പോൾ ഇതുവരെ വീഡിയോ എല്ലാവർക്കും ബൈ.